ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നെയ്യാറ്റിൻകരയിൽ തുടക്കമായി. സംസ്ഥാനത്തുടനീളം 60 പ്രചാരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വേണ്ടി വോട്ട് ചോദിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പര്യടനം ആരംഭിച്ചത്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 3 റാലികൾ വീതമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണി നടത്തിയ 6 റാലികളിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു. CAA പ്രചരണ പരിപാടി അവസാനിച്ചതിന് പിന്നാലെയാണ് മറ്റു വിഷയങ്ങളും കൂടി ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ സംസ്ഥാന പര്യടനം. അടൂരിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടോംവെട്ടത്ത് സ്വദേശി ജോൺ ജേക്കബാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. റേഷൻ കട ലൈസൻസിയായ ഇദ്ദേഹത്തെ അടൂർ കടമ്പനാട്ടെ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായ യുവതിക്കൊപ്പമാണ് ഇയാൾ താമസിച്ചിരുന്നത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. രാജ്യത്തെ ആദ്യ ബെല്ലാസ്റ്റ്ലെസ് ട്രാക്ക്. ബുള്ളറ്റ് ട്രെയിൻ പാതയ്ക്കായി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ ബെല്ലാസ്റ്റ്ലെസ് ട്രാക്കിന്റെ വീഡിയോ കേന്ദ്ര റെയിൽവേ മന്ത്രി എക്സിൽ പങ്കുവച്ചു. 2026 പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന 508 കിലോമീറ്റർ നീളമുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ 295.5 കിലോമീറ്റർ തൂൺ നിർമ്മാണം പൂർത്തിയായി. മണിക്കൂറിൽ 320 കിലോമീറ്ററാണ് ബുള്ളറ്റ് ട്രെയിനിന്റെ പരമാവധി വേഗം. പല രാജ്യങ്ങളിലും അതിവേഗ പാതകൾക്കായി ഉപയോഗിക്കുന്ന സ്ലാബ് ട്രാക്ക് അഥവാ ബെല്ലാസ്റ്റ്ലെസ് ട്രാക്ക് ആദ്യമായാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. 1.08 ലക്ഷം കോടി ചിലവ് കണക്കാക്കുന്ന പദ്ധതിയിൽ 10,000 കോടി കേന്ദ്രവും 5,000 കോടി ഗുജറാത്ത്, മഹാരാഷ്ട്ര സർക്കാരുകൾ സംയുക്തമായും നൽകും. ബാക്കി തുക 0.1% പലിശ നിരക്കിൽ ജപ്പാനിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനം. 2 മെട്രോ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇരു നഗരങ്ങളും തമ്മിലുള്ള യാത്രാ ദൂരം 2.07 മണിക്കൂറായി ചുരുങ്ങും. 508 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 448 കിലോമീറ്റർ എലിവേറ്റഡ് പാതയും 26 കിലോമീറ്റർ തുരങ്കപാതയുമാകും. വാളാഞ്ചേരിയിൽ അനധികൃത ക്വാറിയിൽ നിന്ന് സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. ജലാറ്റിൻ സ്റ്റിക്ക്, ഇലക്ട്രിക് ഡിറ്റനേറ്റർ, സേഫ്റ്റി ഫ്യൂസ് എന്നിവയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്വാറിയിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ക്വാറിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ആളുടെ പാലക്കാട് നടുവട്ടത്തെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. വാളാഞ്ചേരിയിലെ ക്വാറിയിലാണ് ആദ്യം പരിശോധന നടത്തിയത്. ഇവിടുത്തെ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് ക്വാറിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്ന സ്വാമിദാസൻ എന്നയാളിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് സ്വാമിദാസന്റെ നടുവട്ടത്തെ വീട്ടിലെത്തിയപ്പോൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. സ്വാമിനാഥൻ, ക്വാറി തൊഴിലാളികളായ ഷാഫി, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കേരളത്തിലെ ബൂത്ത് പ്രവർത്തകരോട് പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഓഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരോട് സംവദിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും നിർത്തിവെച്ച് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് ആഹ്വാനം. പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ ബൂത്ത് ഇൻചാർജുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ 25,000 ബൂത്തുകളിലെയും പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു.